കേരള ബാങ്ക് നോട്ടിഫിക്കേഷനിലെ നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ടല്ലേ, സൊസൈറ്റി കാറ്റഗറിയും ജനറൽ കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സ്പെഷ്യലി പറയുന്ന പോലെ തന്നെ 50-50 അല്ലേ, 1:1 എന്ന അനുപാതത്തിലാണ് വരുന്ന വേക്കൻസികളെ സൊസൈറ്റിക്കും അതുപോലെ ജനറൽ കാറ്റഗറിക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികളുടെ പകുതി എണ്ണം 115 എണ്ണമാണ് സൊസൈറ്റി കാറ്റഗറിക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സംശയങ്ങളുടെ കുറേ സംശയങ്ങളുണ്ട്. ഒരുപാട് പേരുടെ ഈ ചോദ്യം, നിരന്തരമുള്ള ചോദ്യങ്ങളും ഫോൺ വിളിയും കാരണം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. എന്നാൽ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 15/5/2024 മുന്നേ അപേക്ഷ സമർപ്പിക്കണം കേട്ടോ, അത് നിർബന്ധമാണ്. അതുപോലെ കാറ്റഗറി നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, 064/2024. ശ്രദ്ധിക്കൂ, 064/2024 സൊസൈറ്റി കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അടുത്തടുത്ത് വരുന്ന നോട്ടിഫിക്കേഷനുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ 63, 64, 65 അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ അക്ഷയയിൽ പോയി അപേക്ഷ കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള കാറ്റഗറി നമ്പറിൽ അപേക്ഷ കൊടുത്തു പോകാനുള്ള സാധ്യതകൾ പലപ്പോഴും കണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഇതിന് മുന്നിലുള്ള പല പരീക്ഷകളിലും ഡിപ്പാർട്ട്മെന്റ് കോട്ട, അതുപോലെ ജവാൻ കോട്ട ഇങ്ങനെ മാറി അപേക്ഷ സമർപ്പിച്ചത് കൊണ്ട് മാത്രം പരീക്ഷ എഴുതാൻ പറ്റാതെ പോയ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അക്ഷയ സെന്ററിൽ പോയോ നിങ്ങൾ മറ്റാരെയും കൂടി ചെയ്യിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കാറ്റഗറി നമ്പർ നോക്കി വയ്ക്കുക. ഇത് സൊസൈറ്റി കാറ്റഗറിക്ക് വേണ്ടിയുള്ള കാറ്റഗറി നമ്പറാണ് 064/2024. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ, പ്രധാനമായിട്ടും നമ്മുടെ കണ്ടുപോകുന്ന എങ്ങോട്ടാ, സ്കെയിൽ ഓഫ് പേയിലോട്ടാണ്. 20,000 രൂപയേ ഉള്ളോ സ്കെയിൽ ഓഫ് പേ എന്നൊരു ഞെട്ടലൊന്നും ആർക്കും വേണ്ട. സഹകരണ മേഖലയിൽ പേ റിവിഷന് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ കാലതാമസമൊന്നും ഇല്ല കേട്ടോ. കൃത്യമായിട്ട് 5 വർഷം ആകുമ്പോൾ പേ റിവിഷൻ നടക്കുന്നുണ്ട്. നിങ്ങളുടെ നിയമനത്തിന് മുന്നേ അടുത്ത പേ റിവിഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് പേ ഏകദേശം 40,000 അടുത്ത് പോവുകയും ഗ്രോസ് പേ 50,000 മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് സാറേ 115 വേക്കൻസി എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കേരള ബാങ്കിൽ മൊത്തം 823 ബ്രാഞ്ചുകളാണ് നമുക്ക് കേരളത്തിലുള്ളത് അല്ലേ. അതിനോടൊപ്പം റീജിയണൽ ഓഫീസുകളും അതുപോലെ സെൻട്രൽ ഓഫീസുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം മിനിമം ഒരു വേക്കൻസി വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ പോലും എങ്ങനെ 823 വേക്കൻസി വരേണ്ടേടാ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്? നിങ്ങൾ അടുത്ത് എന്തെങ്കിലും കേരള ബാങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാകും അവിടെ ക്യാഷിലിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ ആവശ്യത്തിന് ആളില്ലാത്ത ഒരു സാഹചര്യമാണ് അല്ലേ. നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ വേക്കൻസി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വന്നിട്ടുള്ള വേക്കൻസികൾ മാത്രമാണ്, പ്രൊമോഷൻ വഴിയുള്ള വേക്കൻസികളല്ല. പെൻഡിംഗ് ഉള്ള എല്ലാ പ്രൊമോഷനും നടന്നു കഴിയുമ്പോൾ ഇപ്പോഴുള്ള പോസ്റ്റുകൾ കംപ്ലീറ്റ് വേക്കൻ്റ് ആകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ 1000 എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, അതിൽ കൂടാനാണ് പലപ്പോഴും സാധ്യതയുള്ളത്. അതിന് നേർ പകുതിയായിരിക്കും നമുക്ക് ആർക്ക് കിട്ടുക, സൊസൈറ്റി കാറ്റഗറി കിട്ടുക. സൊസൈറ്റി കാറ്റഗറി എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് എല്ലാ സൊസൈറ്റി ഇല്ല. നിങ്ങൾക്കറിയാലോ, പാക്സിലും അർബൻ ബാങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. എന്താ പ്രാധാന്യം? റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തെത്തിയാൽ ആദ്യത്തെ അഡ്വൈസ് ആയിട്ട് നമ്മൾ പോകും അല്ലേ. 2019 മുതൽ ഇതുവരെ നിയമനങ്ങൾ നടക്കാത്ത മേഖലയാണ്. അപ്പോൾ ഏകദേശം 5 വർഷത്തിന് തുല്യമായ തലത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സീനിയോറിറ്റി കിട്ടും അല്ലേ. വളരെ വേഗം നമുക്ക് പ്രൊമോഷനായി പോകാൻ പറ്റും. അങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് വന്നാലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോളുക. ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ഏജ് ലിമിറ്റിനെ കുറിച്ച് സംശയമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 18 മുതൽ 50 വയസ്സ് വരെയാണ്. സൊസൈറ്റി കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഏജ് ലിമിറ്റിൽ സംശയമൊന്നും വേണ്ട. നമ്മുടെ സ്പെഷ്യൽ റൂൾ പറയുന്നത് 50 വയസ്സിൽ ഒരൊറ്റ സർക്കംസ്റ്റാൻസിൽ നമുക്ക് 50 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരെ എടുക്കില്ല കേട്ടോ. അതൊന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 50 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇവിടെ നമുക്ക് അവസരം ഒരുങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ക്വാളിഫിക്കേഷൻ നോക്കാം. മസ്റ്റ് ഹാവ് 3 years റെഗുലർ സർവീസ് അല്ലേ. നമുക്ക് അപ്രൂവ്ഡ് പോസ്റ്റിൽ സിമിലർ ആയിട്ടുള്ള പോസ്റ്റിൽ, സിമിലർ ഓർ ഹയർ കാറ്റഗറീസ് എന്നാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നത്, വെബ്സൈറ്റിൽ നമ്മുടെ പോസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ക്ലറിക്കൽ തസ്തിക സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാം സിമിലർ ഓർ ഹയർ കാറ്റഗറീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിമിലർ കാറ്റഗറി ഏതാടാ? ക്ലർക്ക് തന്നെയാണ് സിമിലർ കാറ്റഗറി അല്ലേ. അപ്പോൾ ക്ലർക്കിനെ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. 3 year റെഗുലർ സർവീസ് നിർബന്ധമാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. സച്ച് പേഴ്സൺ ഷുഡ് ബി കണ്ടിന്യൂയിങ് ഇൻ ദ സർവീസ് ഓഫ് ദ മെമ്പർ സൊസൈറ്റി. എപ്പോൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ സർവീസിലുണ്ടായിരിക്കണം. മാത്രമല്ല അപ്പോയിൻമെന്റ് നേടുന്ന സമയത്ത് നമ്മൾ സർവീസിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. ഇനി ബാക്കി നമുക്ക് റെഗുലറായിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോർപ്പറേഷൻ അസോസിയേഷൻ
സ്പെഷ്യൽ സബ്ജക്റ്റ്. അതുപോലെ നമുക്ക് HDC BM, HDC BM, അതുപോലെ HDC, പിന്നെ BSc കോർപ്പറേഷൻ ബാങ്കിങ്, ഈ ഏത് ക്വാളിഫിക്കേഷനും ഉള്ള ആൾക്കാർക്ക് അപേക്ഷ സമർപ്പിക്കാം. നമുക്ക് JCIയിൽ ഡിഗ്രിക്ക് റിലാക്സേഷൻ ഉള്ളതുപോലെ ഇവിടെ ഡിഗ്രിക്ക് റിലാക്സേഷൻ ഇല്ല. നിർബന്ധമായിട്ടും ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു സൊസൈറ്റി കാറ്റഗറിയിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർവീസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്. ദ എലിജിബിൾ എംപ്ലോയീസ് ഓഫ് പാക്സൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഷുഡ് ഒബ്റ്റൈൻ ദ സർവീസ് സർട്ടിഫിക്കറ്റ് ഫ്രം ഇവിടെ ARന്റെ കയ്യിൽ നിന്ന്, താലൂക്കിലുള്ള അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എന്ത് വാങ്ങേണ്ടത്? സർവീസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് സർവീസ് ഓഫ് ദി ആപ്ലിക്കന്റ്, നമ്മൾ നമ്മുടെ സർവീസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന അതിന്റെ ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. വിച്ച് റെൻഡർ ദം എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഷാൾ ബി പ്രൊഡ്യൂസ്ഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ബൈ ദ കമ്മീഷൻ. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ റെഡിയാക്കി കയ്യിൽ വെക്കണം കേട്ടോ. കാര്യം എന്നാൽ നമുക്ക് എപ്പോഴാണോ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ വെരിഫിക്കേഷൻ വരുന്നത് അപ്പോഴൊക്കെ നമ്മളത് ഹാജരാക്കേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സാധനം അപ്ലോഡ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ സർവീസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വളരെ വേഗം തന്നെ ഇതിന്റെ നടപടികൾ മുന്നോട്ട് പോവുക. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിൽ വയ്ക്കുക കേട്ടോ. കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു 700ാമത്തെ റാങ്കിലോ 500ാമത്തെ റാങ്കിലോ വന്ന് ജോലി മേടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആദ്യത്തെ അഡ്വൈസ് ആയിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് 1ാം റാങ്ക് വാങ്ങുന്ന ആളും ഒരേ ദിവസം തന്നെ വരുന്ന അഡ്വൈസിൽ, ശ്രദ്ധിക്കും മക്കളെ, ഒരേ ദിവസം തന്നെ വരുന്ന അഡ്വൈസിൽ നിങ്ങൾ ആദ്യ റാങ്കും അതുപോലെ 200ാം റാങ്കും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തമ്മിലുള്ള പ്രൊമോഷന്റെ അന്തരം വളരെ 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 വലുതായിരിക്കും. അത് മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുക. അതിനുശേഷം പഠിച്ചു തുടങ്ങുക. ആദ്യ റാങ്കിന് വേണ്ടി തന്നെ ശ്രമിക്കുക. PSCSലും അർബൻ ബാങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് മാത്രമല്ലാതെ വേറൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു.